മാസപ്പടി കേസിൽ വീണ വിജയന്റെ 2.5 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടും. കണ്ണൂർ പിണറായി വില്ലേജിലെ 80 സെന്റ് ഭൂമിയടക്കമാണ് കണ്ടുകെട്ടുക. പിണറായി പാതിരിയാട് വില്ലേജുകളിൽ പരിശോധന നടത്തി വീണയുടെ സ്വത്തുക്കൾ ഇ ഡി തിട്ടപ്പെടുത്തിയിരുന്നു. ഇവരുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെ വീണയ്ക്ക് ഈ മാസപ്പടി കേസിൽ കുരുക്ക് കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണല്ലേ. കാരണം സ്വത്തുക്കൾ പോലും കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, സമീപനത്തിലേക്ക് ഇ ഡി എത്തുകയാണല്ലോ. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ പരിശോധനകളുടെയും റെയ്ഡിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ചില ബാങ്ക് അക്കൗണ്ടുകൾ വീണയുടെയും അതുപോലെ തന്നെ വീണയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളിലെയും എക്സൈസ് ജോലിക്ക് അടക്കമുള്ളവരുടേതെല്ലാം വിവിധ കേന്ദ്രങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇത്തരത്തിൽ മരവിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഭൂമിയും അതുപോലെ തന്നെ ഏറ്റവും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നിലയിലേക്ക് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം നീണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് ഈ കേസിൽ എന്ന് എടുത്തു പറയേണ്ടി വരും. ഏതാണ്ട് 2 കോടി 2.80 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഈ സ്വത്തുക്കളാണ് കണ്ടുകെത്തുന്നുള്ളത്. ഈ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തിട്ടപ്പെടുത്തിയ ഭൂസ്വത്തുകൾ ആദ്യഘട്ടത്തിൽ മരവിപ്പിക്കുകയും പിന്നീട് ഇത് കണ്ടുകെട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു നടപടിക്രമം എന്നുള്ളത്. 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപയാണ് ഇതുവരെ കണ്ടുകെട്ടിയിട്ടുള്ളത്. ഇതിൽ വീണയുടേതായിട്ട് എന്ന് പറയുന്നത് വീണയുടെ അക്കൗണ്ടിലുള്ളത് ഏതാണ്ട് 1.5 ലക്ഷം രൂപ മാത്രമാണ്. ഇതിന് പുറമെയുള്ള അക്കൗണ്ടുകളിലേക്കുള്ള അന്വേഷണം നീളുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ തുക അതല്ലെങ്കിൽ ഇതുവരെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നിലയിലേക്ക് ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഏതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ വീണ വിജയന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് എക്സാലോജിക്കിൻ്റെയും CMRLൻ്റെയും എല്ലാം തന്നെ വിവിധ ഉന്നത ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും എല്ലാം ചോദ്യം ചെയ്യുകയും ഈ ഇതിൻ്റെ ഉടമകളുമായി ബന്ധപ്പെട്ട സഹോദര സ്ഥാപനങ്ങളെയും എല്ലാം തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു ഇ ഡി. ഇതിൻ്റെ എല്ലാം തന്നെ ഒരു കൂടുതൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കൂടുതൽ അവരുടെ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കള്ളപ്പണ ഇടപാടുകൾ അല്ലെങ്കിൽ ആ ഒരു കള്ളപ്പണ കടത്ത് ഈ ഒരു കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇ ഡി ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇ ഡിയുടെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇ ഡി കടക്കുന്നത്. ശരി, അത് തന്നെയാണ് നടപടി. കടുപ്പിച്ചിരിക്കുകയാണ് മാസപ്പടി കേസിൽ ഇ ഡി. വീണയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടുക. മിഥുനയ്യപ്പനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.